فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب ഫസ്തജാബ ലഹും അപ്പോൾ അവർക്ക് ഉത്തരം നൽകി റബ്ബുഹും അവരുടെ രക്ഷിതാവ് ഉത്തരം നൽകി അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും തീർച്ചയായും നിങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരാളുടെയും പ്രവർത്തനം ഞാൻ പാഴാക്കുകയില്ല എന്ന് മിൻ ദകരിൻ ഔ ഉൻസ ആണാകട്ടെ പെണ്ണാകട്ടെ ഒരാളുടെയും പ്രവർത്തനം നാം പാഴാക്കുകയില്ല. ബഅദുകും മിൻ ബഅദ് നിങ്ങളിൽ ചിലരിൽ നിന്നുമുള്ളവരാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ കണ്ണായ പൊന്നായ കുറെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഉദ്ധരിക്കുകയുണ്ടായി. അല്ലാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നു, ഈ പ്രാർത്ഥന ആരെല്ലാം നടത്തിയോ നടത്തുന്നോ നടത്തുമോ അവരുടെ എല്ലാം പ്രാർത്ഥനകൾ നാം സ്വീകരിക്കുന്നതാണ്. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم അവരുടെ രക്ഷിതാവ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവരുടെ മുഴുവൻ പ്രാർത്ഥനകളെയും സ്വീകരിച്ചിരിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ദുആ ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കും. പക്ഷേ ആ സ്വീകാര്യത പടച്ചവൻ പ്രകടമാക്കുന്നത് 3 രീതിയിലായിരിക്കും. ഒന്നുകിൽ ചോദിച്ചത് അതുപോലെ തരും, അല്ലെങ്കിൽ പടച്ചവൻ പകരമെന്തെങ്കിലും നൽകും, അതുമല്ലെങ്കിൽ നാളെ പരലോകത്ത് സമുന്നതമായ പ്രതിഫലം നൽകും. ഇതും അല്ലാഹുവിന്റെ വലിയ ഔദാര്യമാണ്. നാം ചോദിക്കുന്ന കാര്യങ്ങളിലെ നന്മയും തിന്മയും ശരിയും തെറ്റും നമുക്കറിയില്ല. അല്ലാഹു ഉന്നതമായ പകരം തരും, അല്ലെങ്കിൽ മഹത്തരമായ പ്രതിഫലം തരും. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു ദാസൻ തിരക്ക് കൂട്ടാത്ത കാലത്തോളം പടച്ചവൻ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതാണ്. പാപകരമായ കാര്യം അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്ന വിഷയം ഒഴിച്ചുള്ള എല്ലാ ദുആക്കളും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് ദുആ പതിവാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാർ അതിനുവേണ്ടി കിതാബുകൾ തയ്യാറാക്കി. മുനാജാത്ത് മഖ്ബൂൽ ഞങ്ങളുടെ എളിയ അക്കാഡമിയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ്.
പരിശുദ്ധ ഖുർആനിലെയും ഹദീസിലെയും പ്രാർത്ഥനകൾ 7 ദിവസങ്ങളിലേക്കായി ക്രോഡീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓരോ ദുആയും അതിന്റെ തൊട്ടടുത്തതിന്റെ തർജുമയുമായി ഇറക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങൾ അത് പാരായണം ചെയ്യും. ദിവസവും 5 മിനിറ്റ് 7 മിനിറ്റ് പിടിക്കും. അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ഹബീബ് നടത്തിയ പ്രാർത്ഥനകൾ, ആശയസമ്പുഷ്ടം. എല്ലാത്തിൻ്റെയും ആരംഭത്തിൽ പടച്ചവനോടുള്ള ചോദ്യം, ഏറ്റവും അവസാനമായി കാവലിരക്കൽ. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم. അതുകൊണ്ട് എല്ലാവരുടെ ദുആയും കബൂലാക്കി. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. എന്നോട് ദുആ ചെയ്യുന്ന നിങ്ങൾ ആ ദുആയ്ക്കനുസരിച്ച് കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും വേണം. കഴിവിന്റെ പരമാവധി, ഇത് പടച്ചവന്റെ ഔദാര്യമാണ്. കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും. നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെയും പ്രവർത്തനം ഞാൻ പാഴാക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ദുആയും ചെയ്യണം, ദവായും ചെയ്യണം. നിങ്ങൾ രോഗിയാണ്, രോഗം മാറാൻ വേണ്ടി ദുആയും ചെയ്യണം, അതിന്റെ ചികിത്സയും നടത്തണം. നാം തീരുമാനിക്കുന്ന പക്ഷം രോഗം മാറ്റുന്നതാണ്. അനുവദനീയമായ സമ്പത്ത് വേണമോ, ദുആയും ചെയ്യണം, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. ഒരു ജോലിയും ചെയ്യുകയില്ല, മടിയനായി കഴിയുകയാണ്. എന്നിട്ട് ദുആയോട് ദുആ, വരിസ്കൻ തയ്യിബൻ ഹലാലൻ വാസിയൻ. പടച്ചവനെ പരിശുദ്ധമായ വിശാലമായ അനുവദനീയമായ സമ്പത്ത് നൽകണമേ. പടച്ചവന്റെ സാധാരണ നടപടിക്രമം അനുസരിച്ച് കിട്ടുകയില്ല. തിരുവനന്തപുരത്തേക്കുള്ള വണ്ടിയിൽ കയറിയിരിക്കുന്നു, എന്നിട്ട് ദുആ ചെയ്യുന്നു, പടച്ചവനെ എന്നെ നീ കണ്ണൂരിൽ എത്തിക്കണമേ. തീർച്ചയായിട്ടും പടച്ചവന് കഴിവുണ്ടെങ്കിലും അള്ളാഹുവിന്റെ നടപടിക്രമം, ആര് തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറിയിരുന്ന് ദുആ ചെയ്യുമോ അവരെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. ആര് കണ്ണൂരിലേക്കുള്ള വണ്ടിയിൽ കയറി ദുആ ചെയ്യുമോ അവരെ കണ്ണൂരിലെത്തിക്കും. അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും. ഒരു സഹാബി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിറങ്ങി. എന്നിട്ട് ഒട്ടകത്തെ വലിച്ചെറിഞ്ഞ് അദ്ദേഹം മുമ്പോട്ട് വന്നു. തങ്ങൾ ചോദിച്ചു, ഒട്ടകം എവിടെ? ഞാൻ അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖിൽഹാ വതവക്കൽ, ആദ്യം കെട്ടിയിട്, എന്നിട്ട് പടച്ചവന്റെ മേൽ ഭരമേൽപ്പിക്കിൻ. വിവാഹം കഴിക്കിൻ, എന്നിട്ട് സൽസന്താനങ്ങൾക്ക് വേണ്ടി ദുആയിരക്കിൻ. ഹലാലായ സമ്പത്ത് സമ്പാദിക്കാൻ പരിശ്രമിക്കിൻ, എന്നിട്ട് വിശാലമായ സമ്പത്തിന് ദുആയിരക്കിൻ. പ്രത്യേകിച്ചും മേൽ പറയപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനം ഈമാനും സൽക്കർമ്മങ്ങളുമാണ്, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ്. അതുണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കിൻ, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യിൻ. പരലോകത്തിൽ വിജയിക്കണം, ഇഹലോകത്തിലും വിജയിക്കണം. സത്യവിശ്വാസം വേണം, സൽക്കർമ്മം വേണം. കഴിഞ്ഞ പാഠത്തിൽ പറയപ്പെട്ടു. അതിനുവേണ്ടി പരിശ്രമിക്കിൻ. സത്യവിശ്വാസം, സൽക്കർമ്മം, ഇതിനെപ്പറ്റിയുള്ള വിജ്ഞാനം കരസ്ഥമാക്കിൻ. ഖുർആനിന്റെ ദർസ് കേൾക്കിൻ, ഖുർആനിക രചനകൾ പാരായണം ചെയ്യിൻ. എന്നിട്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കിൻ, അല്ലാഹുവിനോട് ദുആ വർദ്ധിപ്പിക്കിൻ. പടച്ചവനുമായി നല്ല ബന്ധം സ്ഥാപിക്കിൻ. കൂടാതെ ജനങ്ങളെ ഇതിലേക്ക് ദഅവത്ത് നടത്തിൻ. വിശ്വാസം ശരിയാകാനും കർമ്മങ്ങൾ നന്നാകാനുമുള്ള വഴി ഈ 3 വഴിയാണ്: ഇൽമ്, ദിക്ർ, ദഅവത്ത്. ഇത് നടത്തിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യിൻ. അല്ലാഹു തആല ദുആ ഉറപ്പായും കബൂലാക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി,
നിങ്ങൾ നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുക. അല്ലാത്തപക്ഷം പടച്ചവൻ അക്രമികളെ നിങ്ങളുടെ മേൽ അധികാരിയാക്കും. നിങ്ങളിൽപ്പെട്ട പുണ്യവാളന്മാർ ദുആ ഇരുന്നാലും അല്ലാഹു ദുആ കബൂലാക്കുന്നതല്ല. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ലോകം മുഴുവനും പ്രശ്നമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നം, നാട്ടിൽ പ്രശ്നം. അത് നന്നാക്കാൻ പരിശ്രമിക്കുകയില്ല. ദുആയോട് ദുആയെ നിസ്സാരപ്പെടുത്തുന്നതല്ല. സഹോദര, ദുആയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ ഇതൊരു പ്രധാനപ്പെട്ട പാഠമാണ്. ദുആയും ചെയ്യണം, പരിശ്രമിക്കുകയും വേണം. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم. പക്ഷെ നിങ്ങളുടെ പ്രവർത്തനം കഴിവിന്റെ പരമാവധി മതി. തലകുത്തി മറിയുകയോ ബഹളമുണ്ടാക്കി ഒന്നും ചെയ്യേണ്ട. കഴിവിന്റെ പരമാവധി പരിശ്രമിക്കും. മിൻ ദകരിൻ ഔ ഉൻസാ, പരിശ്രമിക്കുന്നത് ആണാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിക്കുന്നതാണ്. പെണ്ണാണെങ്കിലും പടച്ചവൻ നിങ്ങളുടെ പരിശ്രമം സ്വീകരിക്കുന്നതാണ്. സ്ത്രീകളെ നിന്ദിക്കുകയും പ്രത്യേകിച്ചും നന്മകളുടെ വിഷയത്തിൽ പുറത്തേക്ക് തള്ളുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ പ്രഖ്യാപനം വളരെ ഗംഭീരമായി മുഴങ്ങുന്നത്. ഹാ കഷ്ടം! എന്നിട്ടും ഇന്ന് ജനങ്ങൾ ദീനിനെ കുറ്റം പറയുന്നു. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്ഥാനമൊന്നുമില്ലെന്ന് പറയുന്നു. ഇതിനേക്കാളും വലിയ പ്രഖ്യാപനം എവിടെ വേണം? പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത് അബൂബക്കർ സിദ്ദീഖാണെങ്കിലും പടച്ചവൻ അനുഗ്രഹിക്കും. ആയിഷത്തു തുഹറയാണെങ്കിലും പടച്ചവൻ അനുഗ്രഹിക്കും. ഇസ്ലാമിക ചരിത്രം മുഴുവനും അതുതന്നെയാണ്. പ്രാർത്ഥനയും പരിശ്രമവും ആർക്കെല്ലാമുണ്ടോ അല്ലാഹു തആല അവരെല്ലാം അനുഗ്രഹിച്ചു, അത്ഭുതകരമായി അനുഗ്രഹിച്ചു. ബഅദുകും മിൻ ബഅദ്, നിങ്ങളിൽ ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന വിവേചനമില്ല, ലിംഗവിവേചനമില്ല, വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും വ്യത്യാസമൊന്നുമില്ല. നിങ്ങളെല്ലാവരും മറ്റുള്ളവരിൽ നിന്നുമുണ്ടായതാണ്. ലോകത്തുള്ള ആണുങ്ങളെല്ലാം അവരുടെ ഉമ്മമാര് പെണ്ണുങ്ങളാണ്. ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം അവരുടെ വാപ്പമാര് പുരുഷന്മാരാണ്. അതുകൊണ്ട് ആണുങ്ങൾക്ക് ഞങ്ങൾ വലിയവരെന്ന് പറഞ്ഞ് ജാട പൊട്ടിക്കാൻ അവകാശമില്ല. അതുപോലെ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട ആവശ്യവുമില്ല. മുമ്പോട്ട് വരിൻ. പ്രത്യേകിച്ചും ദുആയുടെ കബൂലിയത്തിന്റെ അടിസ്ഥാനമായ ദുആ ചെയ്യലും പരിശ്രമിക്കലും അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തുല്യമാണ്. ചരിത്രത്തിലേക്ക് നോക്കിൻ. വിജ്ഞാനത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ മത്സരിച്ചു എന്നല്ല, പലപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരെക്കാളും മുന്നേറി. ചരിത്രത്തിന്റെ താളുകളിലേക്ക് നോക്കിൻ. ഇബാദത്തുകളുടെ വിഷയത്തിൽ മിക്ക സന്ദർഭങ്ങളിലും മുൻപന്തിയിൽ സ്ത്രീകളായിരുന്നു. പ്രബോധനത്തിൽ പലപ്പോഴും സ്ത്രീകൾ മുമ്പിൽ വന്നിട്ടുണ്ട്. ബഅദുകും മിൻ ബഅദ്. ആകയാൽ അല്ലാഹു പറയും, നന്നായി എന്നോട് ദുആ ചെയ്യൻ, നന്നായി നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യൻ, ഞാൻ നിങ്ങളെ പാഴാക്കുകയില്ല. അല്ലാഹു നമുക്കെല്ലാവർക്കും പടച്ചവനോട് അധികമായി ദുആ ഇറക്കാനും ആ ദുആയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ.